പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ അമീറുൽ ഇസ്ലാമിന് തൂക്കുകയർ. വിചാരണ കോടതി വിധി ശരിവെച്ച് ഹൈക്കോടതി. കുറ്റവിമുക്തനാക്കണമെന്ന പ്രതിയുടെ ഹർജി തള്ളി ഹൈക്കോടതി. മകൾക്ക് നീതി കിട്ടിയെന്നും വിധി എത്രയും വേഗം നടപ്പാക്കണമെന്നും ജിഷയുടെ അമ്മ. സർക്കാർ നടപടിയിൽ തൃപ്തിയുണ്ടെന്നും അവർ പറഞ്ഞു. മരിച്ചിട്ട് MA BA LLB ഒക്കെ വരെയൊക്കെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരാന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും നമ്മളെപ്പോലും ഓർക്കാതെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത്. അത്രയും നല്ലൊരു കൊച്ചു പോയി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കിങ്ങനെ മരിച്ചപ്പോൾ നമുക്കത് ഇങ്ങനെ ഒരു കേസ് എന്താവും എന്നുള്ളൊരു ജ്വരം നമുക്കെല്ലാം ആർക്കടെ വീട്ടിലുണ്ടായാലും നമുക്കുണ്ടാവും ഒരു ജ്വരം. നമ്മുടെ കുഞ്ഞുങ്ങൾ മോള് തിന്ന വേദന അവർ തിന്നണം. ഇത് കൊന്ന ആളെ തന്നെ അതായിരുന്നു എൻ്റെ. അതിനുവേണ്ടിയാണ് ഈ ഇത്രയും നാളിങ്ങനെ കണ്ണിലെണ്ണി ഒഴിച്ച് കാത്തിരുന്നത്. സർക്കാരിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ സർക്കാർ ഇപ്പോൾ ഇന്ന് ഈ വിധി നമുക്ക് അനുകൂലമായതുകൊണ്ട് നല്ല സർക്കാർ വരുന്നു എന്നാണ് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. സത്യത്തിന്റെ വിജയമെന്ന് പ്രോസിക്യൂഷൻ. ഇരയ്ക്ക് നീതി കിട്ടിയെന്നും പ്രോസിക്യൂഷൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. വിധി തീർത്തും സന്തോഷപ്രദമാണ്. സമൂഹ മനസാക്ഷി ഞെട്ടിച്ചൊരു കൊലപാതകത്തിന് ഹൈക്കോടതി ആ വിധി ട്രയൽ കോടതിയുടെ വിധി ശരിവെക്കുക വഴി ട്രയൽ കോടതി കണ്ടെത്തിയ സത്യം ശരിയാണെന്ന് സ്ഥാപിക്കുകയും തന്നെയുമല്ല സമൂഹ മനസാക്ഷിക്ക് ഏറ്റവും വലിയ ഒരു ശക്തമായ ഒരു ക്രൂരമായ കൃത്യം തന്നെ ശക്തമായിട്ടുള്ളൊരു സന്ദേശമാണ് ഈ വിധി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കേസിൻ്റെ അന്വേഷണത്തിൽ കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം നടത്തുകയും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ശശിധരൻ അതുപോലെ മറ്റു ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യത്തിൽ കേസിൻ്റെ നടത്തിപ്പിൽ എന്നോടൊപ്പം സഹകരിച്ച ഇവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ നാസർ, അതുപോലെ അഡീഷണൽ പ്രോസിക്യൂട്ടർ എന്ന രാധാകൃഷ്ണൻ, ട്രയൽ കോർട്ട് അഡീഷണൽ പ്രോസിക്യൂട്ടർ രാധാകൃഷ്ണൻ, പിന്നെ കേസിൻ്റെ നടത്തിപ്പിൽ അന്നത്തെ ADGP എന്ന സന്ധ്യയുടെ നേതൃത്വത്തിൽ ഉള്ള എല്ലാവിധ സഹകരണങ്ങളും സഹായങ്ങളും ഈ കേസിൻ്റെ നടത്തിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. പ്രോസിക്യൂഷൻ സംബന്ധിച്ചിടത്തോളം തുടർ നടപടിയില്ല. ഇനി വിധി നടപ്പാക്കുകയാണ്. പ്രതിയെ സംബന്ധിച്ചിടത്തോളം പ്രതിക്ക് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാം. കൂട്ടായ അന്വേഷണത്തിന്റെ ഭാഗമായാണ് കേസ് തെളിയിക്കാൻ കഴിഞ്ഞതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. പ്രോസിക്യൂഷന്റെയും ഒത്തൊരുമയോടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായുണ്ടായ ഒരു വിജയമാണിത്. സത്യം വിജയിച്ചിരിക്കുന്നു. ഇരയ്ക്ക് നീതി ലഭിച്ചിരിക്കുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, എങ്ങും എത്താതെ പോകേണ്ടുന്ന ഒരു കേസ് നമുക്കറിയാം. ആദ്യ പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് ഈ കേസ് അന്വേഷിക്കുന്നതും സമഗ്രമായ അന്വേഷണം നടക്കുന്നതും പ്രതിയിലേക്ക് എത്തിച്ചേരുന്നതും. അതിനു മുമ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണ പ്രഹസനങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടി അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെടുന്നു. ദൃക്സാക്ഷികളില്ല. പക്ഷേ കൃത്യമായ അന്വേഷണത്തിലൂടെ പ്രതിയെ കണ്ടെത്തുന്നു, പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നു. വിശദാംശങ്ങൾ പറയൂ സാലി. അതായത് താൻ നിരപരാധിയാണ്, അതുകൊണ്ട് തന്നെ കുറ്റവിമുക്തനാണ്. കാരണം തെളിവുകളെല്ലാം പോലീസ് എത്തിച്ചെടുത്തതാണ്. തന്നെ പിടികൂടിയ ശേഷമാണ് ഈ തെളിവുകളെല്ലാം ഉണ്ടാക്കിയത്. വിഷയം തനിക്ക് മുൻപരിചയമില്ല, അതുകൊണ്ട് തന്നെ തനിക്ക് അവരെ കൊല്ലേണ്ട കാര്യമില്ല തുടങ്ങിയ വാദങ്ങളായിരുന്നു ഈ അപ്പീൽ ഹർജിയിൽ പ്രതി അമീറുൽ ഇസ്ലാം കോടതിയുടെ മുമ്പാകെ പറഞ്ഞത്. അതൊന്നും കോടതി അംഗീകരിച്ചില്ല. മറുവശത്ത് പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും മുന്നോട്ട് വെച്ച എല്ലാ തെളിവുകളും കോടതി സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ ഉത്തരവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ. ഏതാണ്ട് 100-115 പേജ് വരുന്ന വിശദമായ ഒരു ഉത്തരവാണ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൽ കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അന്വേഷണ സംഘം ഹാജരാക്കിയ തെളിവുകളും പ്രോസിക്യൂഷന്റെ വാദങ്ങളും എല്ലാം അംഗീകരിക്കുന്നു എന്നാണ് കോടതി വ്യക്തമാക്കിയത്. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ ശാസ്ത്രീയ തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും പിൻബലത്തിലാണ് കേസ് തെളിയിച്ചത് പ്രോസിക്യൂഷൻ. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യ തെളിവുകൾ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കോടതി വിലയിരുത്തിയിരിക്കുന്നത്. മാത്രമല്ല, അതിക്രൂരമായാണ് ഈ പ്രതി കുറ്റകൃത്യം നടത്തിയത്. ഇത്തരം കുറ്റകൃത്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം കണക്കിലെടുക്കുമ്പോൾ വധശിക്ഷ ഒഴിവാക്കാൻ കോടതിക്കാവില്ല എന്നാണ് ഈ വിധിന്യായത്തിൽ ഡിവിഷൻ ബെഞ്ച് പറയുന്നത്. മാത്രമല്ല, ഇത് അപൂർവങ്ങളിൽ അപൂർവം ആണ് എന്ന വിചാരണ കോടതിയുടെ കണ്ടെത്തൽ ശരിവെക്കുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് എന്നുള്ളതാണ്. അതുകൊണ്ട് വിചാരണ കോടതിയുടെ വിധിന്യായം കോടതി അംഗീകരിച്ചു. മാത്രമല്ല, കോടതി മറ്റൊരു കാര്യം കൂടി ഈ റിപ്പോർട്ടിൽ ഉത്തരവിൽ പറയുന്നുണ്ട്. ഈ പ്രതിയെക്കുറിച്ച് കോടതി നിർദ്ദേശപ്രകാരം ഒരു മിറ്റിഗേഷൻ അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണത്തിലും അനുകൂല റിപ്പോർട്ട് അല്ല കോടതിക്ക് ലഭിച്ചത് എന്ന നിർണായകമായ ഒരു വിവരം ഈ കോടതി ഉത്തരവിന്റെ ഭാഗമായി ചേർത്തിട്ടുണ്ട്. സാധാരണ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന പ്രതികളുടെ സാമൂഹ്യ, സാമ്പത്തിക, മാനസിക അവസ്ഥകൾ സംബന്ധിച്ച് പഠനം നടത്താൻ കോടതി നിർദ്ദേശിക്കാറുണ്ട്.
അങ്ങനെയാണ് ഹൈക്കോടതി ഈ കേസിൽ നിർദ്ദേശിച്ചത്. പക്ഷെ ആ റിപ്പോർട്ട് തൃപ്തികരമായിരുന്നില്ല. അതുകൊണ്ട് ഈ വധശിക്ഷ നടപ്പാക്കേണ്ടതാണ് എന്ന് തന്നെയാണ് കോടതി ഈ ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേട്ടു. സർക്കാർ നടപടി തൃപ്തിയുണ്ട് എന്ന് തന്നെയാണ് ഈ പെൺകുട്ടിയുടെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിന്റെ ഒരു പശ്ചാത്തലം നമുക്ക് പറയാം. 2016 ഏപ്രിൽ 28 പെരുമ്പാവൂർ കുറുപ്പുംപടി കനാൽ പുറമ്പോക്കിലെ ഒറ്റമുറി വീട്ടിൽ പെൺകുട്ടി അത് മൃഗീയമായി കൊല്ലപ്പെടുന്നത്. തുടക്കത്തിൽ അന്ന് UDF സർക്കാരായിരുന്നു. UDF സർക്കാരിന്റെ അവസാന മാസങ്ങളായിരുന്നു. തുടക്കത്തിൽ പോലീസ് വലിയ വീഴ്ച വരുത്തി, വലിയ വിവാദമായി. ചെരുപ്പുകൾ കെട്ടിത്തൂക്കി നടത്തിയ അന്വേഷണ പ്രഹസനങ്ങളൊക്കെ വലിയ വിവാദമായി മാറി. പിന്നീട് രാഷ്ട്രീയ വിവാദമായി മാറി. പിന്നീട് തെരഞ്ഞെടുപ്പ് വന്നു. തെരഞ്ഞെടുപ്പിൽ 1ാം പിണറായി സർക്കാർ അധികാരത്തിലെത്തി. ആ 1ാം പിണറായി സർക്കാർ അധികാരത്തിലെത്തി ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിന്റെ ആദ്യ തീരുമാനങ്ങളിൽ ഒന്ന് ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി ഒരു വനിതാ IPS ഉദ്യോഗസ്ഥയെ തന്നെ നിയോഗിക്കണം. അതിനുവേണ്ടി B. സന്ധ്യ അന്നത്തെ ADGPയെ നിയോഗിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. അവർ അന്വേഷണം നടത്തി. അങ്ങനെയാണ് പ്രതിയിലേക്ക് എത്തുന്നത്. പിന്നീട് പ്രതിയെ 2017 ആ വർഷം തന്നെ ഒരു മാസം പിന്നിട്ടപ്പോൾ ജൂൺ 14 കാഞ്ചീപുരത്ത് നിന്ന് പിടികൂടുന്നു. 2017 ഡിസംബർ 14 ശിക്ഷ വിധിക്കുന്നു. അതാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം. ഏതായാലും ഈ കേസ് പ്രോസിക്യൂഷനും അന്വേഷണ സംഘത്തിനും ആഭ്യന്തര വകുപ്പിനും അഭിമാനിക്കാൻ ഏറെയുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. യാതൊരു തെളിവുകളും നേരിട്ടില്ലാത്തൊരു കേസിൽ സാഹചര്യ തെളിവുകൾ, DNA, അങ്ങനെ ശാസ്ത്രീയ തെളിവുകൾ ഒക്കെ കോർത്തിണക്കി കോടതിയെ ബോധ്യപ്പെടുത്താൻ ആദ്യം കഴിഞ്ഞു. പിന്നീട് ഇപ്പോൾ അപ്പലറ്റ് കോടതിയായ ഹൈക്കോടതിയും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സർക്കാരിനെയും പ്രോസിക്യൂഷനെയും ആഭ്യന്തര വകുപ്പിനെയും സംബന്ധിച്ച് വലിയ നേട്ടം. പ്രതിഭാഗം അറിയിച്ചിരിക്കുന്ന കാര്യം സുപ്രീം കോടതിയിൽ എങ്ങനെയാണ് ഈ ജിഷയുടെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നത്? അത് മാത്രവുമല്ല, ജിഷ LLB വിദ്യാർത്ഥിനിയായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിലും പഠിക്കാൻ മിടുക്കിയായി പഠിച്ചു വരുന്ന, അതും നിയമത്തിന് തന്നെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി, അവരുടെ വീട്ടിലേക്ക് എങ്ങനെയാണ് ഇയാൾ എത്തപ്പെടുന്നത്? ഇയാൾ എവിടുന്ന് ഇവിടേക്ക് എത്തി? അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊന്ന് പറയാമോ? സമർപ്പിച്ച കുറ്റപത്രത്തിൽ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് എങ്ങനെയാണ് അയാൾ അവിടെ എത്തിയതെന്നുള്ളത്. അയാൾ ഈ ഇത്തരത്തിൽ ഒരു നിർമ്മാണ തൊഴിലാളിയായിരുന്നു. അന്ന് തൊഴിലില്ല, അന്ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മദ്യപിച്ച ശേഷം ഇങ്ങനെ കറങ്ങി നടന്ന് ഒരു വീട്ടിൽ ചെന്ന് ഒരു പെൺകുട്ടി ഒറ്റയ്ക്കാണ് ഒരു വീട്ടിൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിക്രമം നടത്തുകയായിരുന്നു എന്ന് വിശദമായ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആ റിപ്പോർട്ട് തന്നെ 17ഓളം പേജുണ്ട്. അതിന്റെ ആദ്യത്തെ 4 പേജിലും ഇക്കാര്യം തന്നെയാണ് വിശദീകരിക്കുന്നത്. പിന്നീട് ഈ വീട്ടിൽ കയറി അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. അതിമൃഗീയമായ അതിക്രമത്തിൽ പെൺകുട്ടിയുടെ ആന്തരികാവയവങ്ങൾ വരെ പുറത്തു വന്നിരുന്നു എന്നുള്ളതാണ് വലിയ ചർച്ചയായതാണ്. അതിക്രൂരമായ നിർഭയ കൊലക്കേസിന് സമാനമായ രീതിയിലാണ് പെൺകുട്ടി കൊല്ലപ്പെട്ടത് എന്നുള്ളത് അന്ന് വിവരം പുറത്തു വന്നു. സമൂഹത്തെ ഞെട്ടിച്ചൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ വലിയ സാമൂഹ്യ വിഷയമായി അത് മാറുകയും ചെയ്തു. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ രാഷ്ട്രീയ വിവാദമായി. പിന്നീട് സർക്കാർ മാറി വന്നു. സർക്കാർ പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ച് തെളിവുണ്ടായിരുന്നില്ല. പക്ഷെ ഈ അന്വേഷണ സംഘത്തിന് സഹായകരമായത് ശാസ്ത്രീയ തെളിവുകളാണ്. അതിൽ കുറെ DNA-കളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നിയമവിദ്യാർത്ഥിനിയുടെ നഖത്തിനുള്ളിൽ നിന്ന് ലഭിച്ച പ്രതിയുടെ DNA. അതുപോലെ ഈ പെൺകുട്ടി ആ സമയത്ത് ധരിച്ചിരുന്ന ചുരിദാർ ടോപ്പിൽ നിന്ന് വേർതിരിച്ചെടുത്ത ഉമിനീരിലെ DNA, ചുരിദാറിൽ തന്നെ ഉണ്ടായിരുന്ന രക്തത്തിൽ ഈ പ്രതിയുടെ രക്തം പുരണ്ടിരുന്നു. ആ പ്രതിയുടെ രക്തത്തിൽ നിന്നെടുത്ത DNA, ഒപ്പം വീടിന്റെ പിൻഭാഗത്തെ ഡോർ ഫ്രെയിമിൽ നിന്നും രക്തം കണ്ടെത്തിയിരുന്നു. ആ രക്തം DNA പരിശോധനയ്ക്ക് അയച്ചപ്പോൾ അത് പ്രതിയുടേതാണെന്ന് വ്യക്തമായി. ഒപ്പം പ്രതിയിൽ നിന്ന് പിന്നീട് പിടികൂടിയതിനു ശേഷം ഒരു കത്തി കണ്ടെടുത്തു. ആ കത്തിയിൽ ഈ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ രക്തക്കറ കണ്ടെടുത്തു. അതും DNA പരിശോധനയ്ക്ക് അയച്ചു. അത് ക്രോസ് മാച്ചിൽ ശരിയായി. ഒപ്പം പ്രതിയുടെ ചെരുപ്പിൽ നിന്ന് ഈ പെൺകുട്ടിയുടെ DNA അംശങ്ങൾ കണ്ടെത്തി. ഒപ്പം അയൽവാസിയുടെ മൊഴി. ഈ സംഭവം നടന്നതിന് ശേഷം ഒരു ആൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടു എന്ന്, ഒരു വട്ടമര ചുവട്ടിലൂടെ ഇറങ്ങിപ്പോകുന്നത് കണ്ടു എന്ന് പറയുന്ന ഒരു ശ്രീരേഖ എന്ന് പറയുന്ന അയൽവാസിയുടെ ഒരു വീട്ടമ്മയുടെ മൊഴിയുണ്ട്. ആ മൊഴി കൃത്യമായി പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞു. ഈ മൊഴി നൽകിയ വീട്ടമ്മ നിരവധി പേരെ പ്രതി ഉൾപ്പെടെയുള്ള നിരവധി പേരെ നിർത്തി നടത്തിയ തിരിച്ചറിയൽ പരേഡിൽ ഈ പ്രതിയെ കണ്ടെത്തുകയും ചെയ്തു. അതൊക്കെ കോടതിക്ക് മുമ്പാകെ നിർണായകമായി മാറുകയും ചെയ്തു. ഒപ്പം ഈ വീട്ടിൽ നിന്ന് ബീഡി ലാമ്പൊക്കെ കണ്ടെത്തിയിരുന്നു. അതെല്ലാം ഇയാൾ ഉപയോഗിച്ചിരുന്നതാണെന്ന് ഈ പ്രതിയുടെ സുഹൃത്തുക്കളും തൊഴിലുടമയും ഒക്കെ മൊഴി നൽകി. അങ്ങനെ നിരവധിയായ തെളിവുകൾ, അതെല്ലാം സാഹചര്യ ശാസ്ത്രീയ തെളിവുകൾ മാത്രമാണ്. സാലി, കൃത്യത്തിന് ശേഷം ഇയാൾ ഏറെ നാൾ ഒളിവിലായിരുന്നല്ലോ. ഇയാൾ എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്? അതിനുശേഷം ഇയാൾ പിടിയിലാകുന്നത് വരെ എവിടെയായിരുന്നു? അതിന്റെ വിശദാംശങ്ങളൊന്ന് പറയാമോ? ഇയാൾ ഈ കൃത്യം നടത്തിയ ശേഷം സ്വന്തം നാട്ടിലേക്ക് മടങ്ങി കുറച്ചു നാൾ കഴിഞ്ഞപ്പോ
തിരിച്ച് തമിഴ്നാട്ടിൽ ജോലി അന്വേഷിച്ച് വരുന്നു. തമിഴ്നാട്ടിൽ കാഞ്ചീപുരത്ത് ഒരിടത്ത് ഇയാളുണ്ട് എന്ന് അറിഞ്ഞാണ് അന്വേഷണ സംഘം അവിടെ ചെല്ലുന്നത്. അപ്പൊ ഈ പ്രതിക്ക് ഈ കൃത്യം നടത്തിയതിനു ശേഷം രക്ഷപ്പെടാനുള്ള സമയം കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പോലീസ് തുടക്കത്തിൽ വരുത്തിയ അന്വേഷണത്തിലെ വീഴ്ച തന്നെയായിരുന്നു. ഈ സംഭവം അറിഞ്ഞ് വേഗതയിൽ അന്വേഷണത്തിലേക്ക് കടക്കാനൊന്നും അന്ന് കുറുപ്പുംപടി പോലീസ് തയ്യാറായില്ല. അതിന് പിന്നിൽ ചില രാഷ്ട്രീയ കാരണങ്ങളൊക്കെ ആരോപിച്ച് ഉയർന്നു വന്നിരുന്നു. പക്ഷെ പിന്നീട് അത് മാറി. പക്ഷെ ആ സമയം ആ പോലീസ് കാണിച്ച ആ വീഴ്ച, ആ സമയം അയാൾക്ക് രക്ഷപ്പെടാൻ സഹായിച്ചു. അയാൾ സ്വന്തം നാട്ടിലേക്കാണ് മടങ്ങിയത്. നാട്ടിൽ പോയി തിരിച്ച് അയാൾ കേരളത്തിലേക്ക് വന്നില്ല. തമിഴ്നാട്ടിൽ ഒരു സ്ഥാപനത്തിൽ തൊഴിലിൽ തേടിപ്പോയി അവിടെ തൊഴിലെടുത്തുകൊണ്ടിരുന്നു. അത് പോലീസ് മണത്തറിഞ്ഞ് അവർ ചെല്ലുന്നത്. അന്വേഷണ സംഘം കൃത്യമായി ഈ ഒരു ദിവസം രാവിലെ 2016 ജൂൺ 14 കാഞ്ചീപുരത്തെ തൊഴിൽ സ്ഥലത്തേക്ക് മറ്റു തൊഴിലാളികൾക്കൊപ്പം നടന്നു പോവുകയായിരുന്നു അന്വേഷണ സംഘം. ഈ പ്രതിയെ അന്വേഷണ സംഘം പോവുകയായിരുന്നു. പൊന്നിൽ നിന്ന് ചെന്ന് അമീറുൽ ഇസ്ലാം എന്ന് വിളിച്ചപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കി ക്രോസ് ചെയ്ത് ഉറപ്പാക്കിയതിനു ശേഷം അവിടെ നിന്ന് പിടിച്ച് കേരളത്തിൽ കൊണ്ടുവരികയായിരുന്നു. അങ്ങനെയാണ് ഈ കൃത്യം നടന്നതിന് ശേഷം ഇയാൾ പിടികൂടുന്നത് വരെയുള്ള സംഭവം. തുടർന്ന് നമ്മളൊക്കെ മുൻപ് പോലെ വിശദമായ അന്വേഷണം നടത്തി തെളിവുകൾ ശേഖരിച്ചു, കോടതിക്ക് മുമ്പ് എത്തിച്ചു. കോടതി 2017 ഡിസംബർ 14 എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ പ്രതിക്ക് വധശിക്ഷ വിധിച്ചു. ആ വധശിക്ഷ കാത്തു കഴിയുകയാണ്. അയാൾ അപ്പീൽ പോയത്. ആ അപ്പീലും ഇപ്പോൾ തള്ളിയിരിക്കുന്നു. ഇനി ഇയാൾ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സാലി, ഈ ഒരു കാലയളവിൽ ഈ പോലീസിന്റെ കസ്റ്റഡിയിലും അതുപോലെ തന്നെ ശിക്ഷ വിധിക്കുന്ന സമയത്തും ഒക്കെ തന്നെ ഏതെങ്കിലും തരത്തിലൊരു കുറ്റബോധം ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? ചെയ്തത് തെറ്റായി പോയി എന്ന് എപ്പോഴെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥരോടോ കോടതിയിലോ ഇയാൾ പറഞ്ഞിട്ടുണ്ടോ? അതായത് അത് ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ ഹൈക്കോടതി ഉത്തരവിന്റെ ഒരു പാർട്ട്. ഹൈക്കോടതി ഉത്തരവിന്റെ അവസാനത്തെ പാരഗ്രാഫിൽ കോടതിയിൽ പറയുന്നുണ്ട് ഈ മിറ്റിഗേഷൻ അന്വേഷണം നടത്തിയിരുന്നു. അതായത് ഒരു പ്രതിക്ക് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചാൽ ആ വധശിക്ഷ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മിറ്റിഗേഷൻ അന്വേഷണം എന്ന് പറയുന്ന ഒരു നടപടിക്രമം ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നടത്തും. ആ കുറ്റവാളി, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളിയുടെ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യവും മാനസിക നിലയും ഒക്കെ പരിശോധിക്കുന്നതിന് വേണ്ടി ജയിലധികൃതരോട് നിർദ്ദേശിക്കുന്ന ഒരു നടപടിക്രമമാണിത്. ജയിലധികൃതർ ശാസ്ത്രീയമായി തന്നെ ജയിലധികൃതർ അക്കാര്യത്തിൽ മാനസിക ആരോഗ്യ രംഗത്തെ വിദഗ്ധരെയൊക്കെ ഉൾപ്പെടുത്തി ഒരു പരിശോധന നടത്തും. അതിൽ വരുന്നതാണ് ഈ പ്രതിക്ക് ഏതെങ്കിലും തരത്തിൽ കുറ്റബോധമുണ്ടോ എന്നുള്ള കാര്യം. ആ ഭാഗത്തെക്കുറിച്ച് കോടതി പറയുന്നത് ആ റിപ്പോർട്ട് പ്രതിക്കെതിരായിരുന്നു എന്ന് കോടതി പറയുന്നുണ്ട്. അതിനർത്ഥം ഈ പ്രതിയുടെ മാനസിക സാഹചര്യം ഏതെങ്കിലും തരത്തിൽ കുറ്റബോധമുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ നെഗറ്റീവായിരുന്നു മറുപടി എന്നാണ് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. അത് കോടതി ഉത്തരവിന്റെ ഭാഗമായി എഴുതി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ പ്രതിക്ക് ഒരു കുറ്റബോധം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ്. സാലി, ഇതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷനും അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരും ഇന്ന് ബൈറ്റ് തന്നിട്ടുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ്. കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച ഒരു അന്വേഷണമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് മാത്രമല്ല പ്രോസിക്യൂഷനും, കാരണം ദൃക്സാക്ഷികളില്ലാത്തൊരു കേസാണിത്. അതിൻ്റെ അകത്ത് സാഹചര്യ തെളിവുകളും ഒപ്പം ശാസ്ത്രീയ തെളിവുകളും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് പ്രതിക്ക് ഇത്രയും വലിയ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ഈ അന്വേഷണത്തിൻ്റെയും അതുപോലെ തന്നെ ഈ പ്രോസിക്യൂഷൻ്റെയും ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ എങ്ങനെയായിരുന്നു? അന്വേഷണം അതീവ ദുർഘടമായിരുന്നു എന്ന കാര്യം തർക്കമില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പെൺകുട്ടി കൊല്ലപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ തന്നെ ആക്രമിച്ചത് ആര് എന്ന് വെളിപ്പെടുത്താൻ ആളുണ്ടായിരുന്നില്ല. കേസിൽ ദൃക്സാക്ഷിയും ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് സാഹചര്യ തെളിവുകൾ മാത്രമാണ് അന്വേഷണ സംഘത്തിന്റെ മുമ്പാകെ ഉണ്ടായിരുന്നത്. ഒരു ചെരുപ്പ് കിട്ടി എന്ന് മാത്രമല്ല, ചെരുപ്പ് വെച്ച് ആദ്യത്തെ അന്വേഷണ സംഘം നടത്തിയ അന്വേഷണമൊക്കെ വലിയ പ്രഹസനമായിരുന്നു. ഒരു തരത്തിലേക്കും പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ആ പ്രദേശത്തെ കുറെ ഇതര സംസ്ഥാന തൊഴിലാളികൾ പോലീസ് മർദ്ദനമേറ്റു, അവരുടെ അയൽവാസികൾ പോലീസ് മർദ്ദനമേറ്റു എന്ന് ചോദിച്ചാൽ കൃത്യമായി പ്രതിയിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞതേ ഇല്ല. വലിയ വീഴ്ച അക്കാര്യത്തിൽ സംഭവിച്ചു. കേരളത്തിന്റെ അന്വേഷണ ചരിത്രത്തിലെ അപമാനകരമായ ഒരു ഏട് എന്നുള്ളത് തന്നെയാണ്. അതിനിടയ്ക്ക് പ്രതിയെ പിടികൂടി എന്ന വാർത്ത വരുന്നു. പോലീസുകാരെ ഹെൽമറ്റ് ധരിപ്പിച്ച് പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് കടത്തിക്കൊണ്ടുപോയി തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിയെ പിടിച്ചു എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ രാഷ്ട്രീയമായ നീക്കങ്ങൾ നടന്നു. അങ്ങനെ കേരളത്തിന്റെ നമ്മുടെ അഭിമാനമായ പോലീസ് സംഘം ഏറെ അപമാനിതമായ ഒരു കാലഘട്ടമായിരുന്നു ആദ്യ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ കാലഘട്ടം. പിന്നീട് അതിങ്ങനെ നിലച്ചു പോകുന്നതിനിടെയാണ് ഒരു മാസം പിന്നിടുന്നതിന് മുമ്പേ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതടക്കം വിഷയമായി മാറുന്നു. ആ വിഷയം ഒക്കെ, അതായത് സ്ത്രീ സുരക്ഷ ഒരു പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായി അക്കാലത്ത് മാറാൻ ഇടയായത് ഈ പെൺകുട്ടിയുടെ കൊലപാതകമായിരുന്നു എന്ന് കൂടി ചേർത്ത് പറയേണ്ടി വരും. അതിന്റെ ഗൗരവം തുടർന്നു വന്ന ഒന്നാം പിണറായി സർക്കാർ അക്ഷരാർത്ഥത്തിൽ ഏറ്റെടുത്തു.
ആദ്യ മന്ത്രിസഭാ യോഗം, സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അന്ന് വൈകിട്ട് ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിന്റെ ആദ്യ കുറെ തീരുമാനങ്ങളിൽ സുപ്രധാനമായ ഒന്ന് രണ്ടെണ്ണം ഈ പെൺകുട്ടിയുടെ വധവുമായി ബന്ധപ്പെട്ടായിരുന്നു. ഒന്ന്, ADGP ബി സന്ധ്യ ഒരു വനിതാ IPS ഉദ്യോഗസ്ഥ അന്വേഷിക്കട്ടെ എന്ന് തീരുമാനിച്ചു. ഈ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ സഹോദരിക്ക് സർക്കാർ ജോലി കൊടുക്കാൻ തീരുമാനിച്ചു. ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന് ഒരു വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അതെല്ലാം സമയബന്ധിതമായി ഒന്നാം പിണറായി സർക്കാർ പൂർത്തിയാക്കുകയും ചെയ്തതാണ്. ഒപ്പം തന്നെ അതിന് സമാന്തരമായി അന്വേഷണത്തിൽ ഈ അന്വേഷണ സംഘം പുലർത്തിയ മികവും വളരെ പ്രധാനപ്പെട്ടതാണ്. കൊലപാതകവും ബലാത്സംഗവും ഒക്കെ തെളിയിക്കാൻ എല്ലാ തരത്തിലും ഈ പ്രതിയുമായി ബന്ധപ്പെടുത്താൻ ഉതകുന്ന തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ DNA സാമ്പിളുകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള തെളിവ് സമാഹരണം മാത്രമായിരുന്നു സാധ്യമായിരുന്നത്. അതിലവർ വിജയിക്കുക തന്നെ ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെയാണ് പ്രതിയെ തൂക്കുകയറിലേക്ക് എത്തിച്ചത് എന്നും പറയാം. അതിൽ പ്രോസിക്യൂഷനും അഭിമാനിക്കാനേറെയുണ്ട്. കാരണം അന്വേഷണ സംഘം കണ്ടെത്തി കൈമാറിയ തെളിവുകൾ കോടതി മുമ്പാകെ ബോധ്യപ്പെടുത്താൻ ഈ വിചാരണ കോടതിയിലും ഇപ്പോ ഹൈക്കോടതിയിലും കഴിഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഈ അപ്പീൽ പരിഗണനയിലിരിക്കുന്ന ഘട്ടത്തിൽ പല ഘട്ടങ്ങളിലും നമ്മൾ ഈ വാദം കേൾക്കാൻ പോയതാണ് കോടതിയിൽ. അപ്പോൾ ആദ്യ ഘട്ടങ്ങളിൽ ഈ വാദം തുടങ്ങിയ ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം, കോടതി തുടക്കത്തിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്കെതിരായ ചോദ്യങ്ങളാണ് കോടതി ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ഘട്ടത്തിൽ ഈ ശിക്ഷ റദ്ദാക്കപ്പെടുമോ എന്ന് പോലും അന്ന് പലരും സംശയം പറഞ്ഞിരുന്നു. പക്ഷേ ഈ തെളിവുകൾ ഒന്നൊന്നായി കോടതിക്ക് മുമ്പാകെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞത് വലിയ നേട്ടം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞത് തെളിവുകൾ ശേഖരിക്കുക എന്നതുപോലെ പ്രധാനപ്പെട്ടതാണ് അത് കോടതിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത്. അതുകൊണ്ട് അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനും കോടതിയിൽ സർക്കാരിന് വേണ്ടി കേസ് വാദിച്ച അഭിഭാഷകർക്കും അഭിമാനിക്കാൻ ഏറെയുള്ള കേസാണിത് എന്ന കാര്യത്തിൽ തർക്കമില്ല. സാലി, ഒരു ചോദ്യം കൂടി. അതായത് പെരുമ്പാവൂർ എന്ന് പറയുന്നത് നൂറുകണക്കിന് അന്യ സംസ്ഥാന തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു പ്രദേശമാണ്. ഒരുപാട് ആൾക്കാർ വരുന്ന പോകുന്ന ഒരു പ്രദേശമാണ്. അവിടെ നമുക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ കൃത്യമായി ഈ പ്രതിയിലേക്ക് പോലീസിന് എത്തപ്പെടാൻ കഴിഞ്ഞു എന്നൊരു ചോദ്യം, അതിനൊരു മറുപടി കൂടി കിട്ടിയാൽ നന്നായിരുന്നു. അതായത് അന്ന് അന്വേഷണ സംഘം ഈ രണ്ടാമത്തെ ADGP ബി സന്ധ്യയുടെ നേതൃത്വത്തിൽ എത്തിയ രണ്ടാമത്തെ അന്വേഷണ സംഘം മുതൽ അന്വേഷണം ആരംഭിച്ചു, അതായത് തുടക്കം മുതൽ അന്വേഷണം ആരംഭിച്ചു. ഈ കാലഘട്ടത്തിൽ പെരുമ്പാവൂരിൽ നിന്നും മിസ്സായ മുഴുവൻ ഇതര സംസ്ഥാന തൊഴിലാളികളുടെയും ലിസ്റ്റ് എടുത്തു. അതിൽ ഓരോരുത്തരുടെയും മൊബൈൽ നമ്പറുകൾ ശേഖരിച്ചു. അതിൽ ഈ ടവർ ലൊക്കേഷനിൽ വന്ന ആളുകൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തി. അങ്ങനെ തന്നെ ഇവിടെ ഈ ടവർ ലൊക്കേഷനിൽ വരികയും അതിനിടയിൽ പെരുമ്പാവൂരിൽ നിന്ന് മിസ്സാവുകയും ചെയ്ത 100-ലധികം പേരെ കണ്ടെത്തി എന്നാണ് അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ നമ്മോട് പറഞ്ഞത്. ആ 100-ലധികം പേരും അവരുടെ നാട്ടിലെത്തി അവരെ കണ്ടെത്തുക എന്ന അങ്ങേറ്റം ദുഷ്കരമായ കൃത്യം അന്വേഷണ സംഘം പല സംഘങ്ങളായി തിരിഞ്ഞ് നടത്തി. അതിനിടയിലാണ് ഈ ചെരുപ്പിൽ നിന്ന് കിട്ടിയ ചില തെളിവുകൾ, പിന്നെ അവിടെ നിന്ന് ലഭിച്ച സിഗരറ്റ് ലൈറ്ററിന്റെയും ബീഡിയുടെയും ഒക്കെ വിവരങ്ങൾ, അത് ആരുപയോഗിക്കുന്നതാണ് എന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ നിന്ന് വിവരം ലഭിച്ചു. ആ ചെരുപ്പ് ഏത് കടയിൽ നിന്നും വിറ്റതാവാൻ സാധ്യതയുണ്ട് എന്ന് അന്വേഷിച്ചു. പെരുമ്പാവൂരുള്ള മുഴുവൻ ചെരുപ്പ് കടകളിലും ചെന്ന് അന്വേഷണം നടത്തി. അവിടുത്തെ CCTV-കൾ പരിശോധിച്ചു. അങ്ങനെ സമഗ്രമായ ഒരു അന്വേഷണം, കേരളത്തിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും വിപുലമായ അന്വേഷണങ്ങളിലൊന്ന് അന്വേഷണ സംഘത്തിന് ഈ കേസിൽ നടത്തേണ്ടി വന്നു എന്നുള്ളത് വളരെ ഗൗരവകരമായ കാര്യമായിരുന്നു. അതിൽ അവർ വിജയിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് എത്തുന്നത്. ഈ പ്രതി ഒടുവിൽ അവസാന റൗണ്ടിൽ ഒരു 10ഓളം പേര് സംശയത്തിന്റെ നിഴൽ നിർത്തി ഈ 10 പേരെയും നാട്ടിൽ പോയി അന്വേഷിച്ചു എന്നുള്ളതാണ് അന്വേഷണ സംഘം പറഞ്ഞത്. അത് ബംഗാളിൽ നിന്ന്, ആസാമിൽ നിന്ന്, ബീഹാറിൽ നിന്ന് ഒക്കെയുള്ള അടക്കം 10 പേരാണ് ഉണ്ടായിരുന്നത്. ആ 10 പേരിൽ നിന്ന് ഒരാളിലേക്ക് എത്തിയത് ഈ തെളിവുകളും DNA-യും ഒക്കെ ശേഖരിച്ചുകൊണ്ട് തന്നെയാണ്. ഇവരിൽ പലരെയും പോലീസ് പിന്നീട് ഈ അമീറുൽ ഇസ്ലാമിനൊപ്പം തന്നെ പിടികൂടി നാട്ടിലെത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ സമാന്തരമായി പല അന്വേഷണ സംഘങ്ങൾ സമാന്തരമായി സഞ്ചരിച്ച് പ്രതിയിലേക്ക് ഒടുവിൽ എത്തുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. അത് കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ സുപ്രധാനമായ ഒരു ഏട് തന്നെയാണിത്. അതിൽ വിജയിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. സാധാരണ അന്വേഷണം പ്രതിയെ പിടിച്ചു ചിലപ്പോൾ വിചാരണ കോടതി ശിക്ഷിച്ചേക്കാം. ഇനി വിചാരണ കോടതി തീർച്ചയായിട്ടും സാലി പറഞ്ഞത് തന്നെയാണ്. അന്വേഷണ സംഘം എടുത്ത വലിയ ഒരു പരിശ്രമം, ഒപ്പം തന്നെ പ്രോസിക്യൂഷനും അക്കാര്യത്തിൽ വലുതായി പരിശ്രമിച്ചു. അവരുടെ അന്വേഷണ മികവിനും ഒപ്പം തന്നെ പ്രോസിക്യൂഷന്റെ വാദങ്ങൾക്കും ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അംഗീകാരം നൽകിയിരിക്കുന്നു. അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നു.